നമസ്കാരം. മൊണാലിസ എന്ന പെൺകുട്ടിയുടെ വിവാഹം ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഓൺലൈൻ പേജുകളിലൂടെയും നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. മധ്യപ്രദേശ് സ്വദേശിനിയായ മൊണാലിസ ഇക്കഴിഞ്ഞ മഹാകുംഭമേള സമയത്താണ് വെള്ളാരം കണ്ണുകളിലുള്ള മനോഹരമായൊരു ചിത്രത്തിലൂടെ ഭാരതം മുഴുവൻ വൈറലായത്. അപ്പോൾ ആ പെൺകുട്ടി കഴിഞ്ഞ 6 മാസങ്ങളായി കേരളത്തിലൊരു മലയാള ചലച്ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സംബന്ധമായി അവരുടെ പിതാവിനൊപ്പം താമസിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിലുണ്ടായിരുന്നു. ആ സമയത്താണ് മുഹമ്മദ് ഫർമാൻ എന്ന ഒരു യുവാവാണോ എന്നറിയില്ല, കാരണം ചിത്രങ്ങൾ കണ്ടത് ഏതാണ്ട് ഒരു 40 വയസ്സാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയത്. ആ യുവാവിന് 40-45 വയസ്സാണ്. എത്രയാണ് പ്രായമെന്നറിയില്ല. എന്തായാലും മുഹമ്മദ് ഫർമാൻ്റെ പ്രായമല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം, ആ പെൺകുട്ടിയുടെ പ്രായമാണ്. അപ്പോൾ വിവാഹം എന്തായാലും അരിമാനൂർ നയനാർ ക്ഷേത്രത്തിൽ വെച്ച് വളരെ ആഘോഷമെന്ന് ഞാൻ പറയുന്നത് ചടങ്ങുകളുടെ ആഘോഷമല്ല, ആ വിവാഹ ചടങ്ങുകളെ സാമൂഹ്യ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ആഘോഷിച്ച രീതി വെച്ചാണ് പറയുന്നത്. അപ്പോൾ ആ വിവാഹത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയും രാജ്യസഭാ MP A റഹീമും നമ്മുടെ CPIM സംസ്ഥാന സെക്രട്ടറി MA ഗോവിന്ദനും ഒക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ വൻ പ്രചാരം ഈ വിവാഹത്തിന് ലഭിച്ചിരുന്നു. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച്, ആ വിവാഹം സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ആ പെൺകുട്ടിയുടെ പ്രായമാണ് വിഷയമെന്നുള്ള. ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളൊരു വാദം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അത് സംബന്ധിച്ചൊരു പരാതി, രേഖാമൂലമുള്ളൊരു പരാതി ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് പോയിരിക്കുകയാണ്. പരാതി നൽകിയിരിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് അനിൽ വിളയിലാണ്. അനിൽ വിളയിൽ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ പരാതിയിൽ, DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ മാതാവുമായി അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംഘടനയിലുള്ള ആളുകൾ വഴി സംസാരിച്ചു. ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നപ്പോൾ തന്നെ കേരള പോലീസ് അതിനൊരു വിശദീകരണം നൽകിയിരുന്നു. രേഖകൾ പരിശോധിച്ച് ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ള വിശദീകരണം കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെന്നുള്ള കാര്യവും ഓർക്കുക. അപ്പോൾ ശ്രീ അനിൽ വിളയിൽ പറയുന്നത്, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, ഇപ്പോൾ പെൺകുട്ടിയുടെ പ്രായം തെളിയിക്കുവാൻ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ പ്രകാരം, അതായത് 1/1/2008 ആ പെൺകുട്ടി ജനിച്ചത് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള രേഖകൾ ഈ വിവാഹ സംബന്ധമായി ഹാജരാക്കപ്പെട്ടിട്ടുണ്ട്. ആ രേഖകളാണ് കേരള പോലീസ് പരിശോധിച്ചത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആ രേഖകൾ വ്യാജമായി നിർമ്മിക്കപ്പെട്ടവയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം എന്നുള്ളൊരു അപേക്ഷയാണ്, അല്ലെങ്കിൽ പരാതിയാണ് ശ്രീ അനിൽ വിളയിൽ സംസ്ഥാന പോലീസ് മേധാവി സമക്ഷം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പരാതി പ്രകാരം ശ്രീ അനിൽ വിളയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ രേഖകൾ വ്യാജമാണെങ്കിൽ ഇതൊരു ശൈശവ വിവാഹത്തിൻ്റെ പട്ടികയിൽപ്പെടുന്ന ഒരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്ന എല്ലാവരുടെയും പേരിൽ നിയമ നടപടികൾ എടുക്കണമെന്നുള്ള ആവശ്യവും ശ്രീ അനിൽ വിളയിൽ ആ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ആ സംഭവത്തിൻ്റെ ഇതുവരെയുള്ള ഒരു വികാസം. അത് നിങ്ങളെ ഒന്ന് അറിയിച്ചത് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു ആമുഖമായിട്ടാണ്. എന്താണ് ഇന്ന് ഈ പറയുവാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അത് കുറച്ച് ചിതറിയ ചിന്തകളാണ്, പക്ഷേ അതിൻ്റെ പ്രധാന വിഷയം പ്രണയമാണ്. പ്രണയം പ്രധാന വിഷയമാവുമ്പോൾ ഒരു ചോദ്യം ആദ്യമേ നിങ്ങളോട് ചോദിക്കാം. പ്രണയമെന്ന വാക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രണയമെന്ന വികാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നുക? അത് വളരെ ദൈവീകമായ ദിവ്യമായൊരു വികാരമാണ് എന്ന് വേണമെങ്കിൽ കാവ്യാത്മകമായിട്ട് പറയാം. ഒരല്പക്കൂടി നാടൻ ശൈലിയിൽ, നമ്മുടെ മണിയാശൻ്റെ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ ഒരു കാമപൂർത്തീകരണത്തിനായിട്ടുള്ള ഒരു വികാരം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കുറച്ച് ആധുനിക ചിന്താ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇനി 5000 പ്രണയമുള്ള ഗതാഗത മന്ത്രിമാരാണെങ്കിൽ ആ വികാരങ്ങളും ഉണ്ടാകാം. പക്ഷേ ഈ വികാരങ്ങൾ എന്ത് തന്നെയായാലും പ്രണയമെന്നുള്ള ഒരു അടിസ്ഥാന വികാരത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന, അതിൻ്റെ കാരണഭൂതമായിട്ടുള്ള, നമ്മുടെ കാരണഭൂതമല്ല, ഈ വികാരത്തിൻ്റെ കാരണഭൂതമായിട്ടുള്ള വികാരങ്ങൾക്കൊന്നും തന്നെ മതവും ജാതിയുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല, ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചോ പ്രണയം തോന്നുമ്പോൾ പേര് കേൾക്കുമ്പോൾ ഒരു പക്ഷേ മതം വ്യക്തമായേക്കാം, അല്ലെങ്കിൽ മനിതൻ, വനിത, സ്വതന്ത്ര എന്നൊക്കെയുള്ള പേരുകൾ കേൾക്കുമ്പോൾ അന്തംഗമ്മിയുടെ മക്കളാണ് എന്നുള്ളൊരു തോന്നലുമുണ്ടായേക്കാം. ഒരു തമാശ പറഞ്ഞതാണ്, കാര്യമാക്കണ്ട. പക്ഷെ ജാതിയെ സംബന്ധിച്ച് യാതൊരു വിവരവും പ്രണയത്തിൻ്റെ തുടക്കത്തിൽ ലഭിക്കില്ല. അത് സംബന്ധിച്ച് യഥാർത്ഥ പ്രണയിതാക്കൾ അന്വേഷിക്കാറുമില്ല പരസ്പരം. ഒരു വിവാഹത്തിലോടടുക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ കുടുംബങ്ങൾ തമ്മിൽ ആ ഒരു അന്വേഷണം ഉണ്ടായേക്കാം. അത് സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഇല്ല എന്നല്ല, ഉണ്ടാകാറുണ്ട്. പക്ഷേ
അതിന് ഉപരിയായിട്ടുള്ളൊരു വികാരമാണ് പ്രണയമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായിട്ട് ഞാൻ. പ്രണയത്തിൽ ജാതി മതങ്ങളില്ല. എന്നാൽ പ്രണയത്തിന് ജാതിമത വ്യത്യാസമില്ല എന്നുള്ള തരത്തിൽ പ്രണയത്തെ സമീപിക്കുന്ന, എന്നാൽ പ്രണയം മതത്തിന് വേണ്ടി മാത്രമായി കൊണ്ട് നടക്കുന്ന ഒരു സമൂഹം തന്നെ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്നത് മുൻകാല ചരിത്രങ്ങളും നാം ദൈനംദിനമെന്നോണം കണ്ടുപോകുന്ന വാർത്തകളുമാണ്. ഈ വാർത്തകളിലൂടെയാണ് നാം നിമിഷ ഫാത്തിമമാരെയും സോണിയ സെബാസ്റ്റ്യന്മാരെയും അഖില ഹാദിയമാരെയും പരിചയപ്പെടുന്നതും അവരുടെ എല്ലാം വാർത്തകൾ, അവരുടെ എല്ലാം ജീവിത കഥകൾ വെറും കഥകളായി നമ്മുടെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു പോകുന്നതും. വളരെ ഹ്രസ്വകാലമുള്ള ഓർമ്മകളാണ് നമുക്ക് എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് വാർത്തകളുടെ കാര്യത്തിൽ. ഒരു വാർത്ത നാം കാണുന്നു, അത് സംബന്ധിച്ച് നമ്മൾ അയ്യോ കഷ്ടമെന്ന് പറയുന്നു, അത് മോശമായി പോയെന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് കലക്കി എന്ന് പറയുന്നു. അടുത്ത വാർത്ത വരുമ്പോൾ ഉറുമ്പ് ചത്താൽ തവള ചാവുന്നത് വരെ, തവള ചത്താൽ പാമ്പ് ചാവുന്നവരെ, പാമ്പ് ചത്താൽ പരുന്ത് ചാവുന്നത് വരെ. ഇത്രയേ ഉള്ളൂ. ഇത് കൈതേരി സഹദേവൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലാണ് നാം വാർത്തകളെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഖില ഹാദിയമാരും നിമിഷ ഫാത്തിമമാരും സോണിയ സെബാസ്റ്റ്യന്മാരും എല്ലാം നമ്മുടെ ഓർമ്മകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. ലവ് ജിഹാദ് എന്നുള്ള പദം ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കത്തിൽ നാം കുരുങ്ങിക്കിടക്കുന്നു. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ? ലവ് ജിഹാദ് എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് ഏതെങ്കിലും സംഘപരിവാർ അംഗമല്ല, ജസ്റ്റിസ് KT ശങ്കരനാണ്. അത് ഏത് കേസിലായിരുന്നു, എന്ത് കേസിലായിരുന്നു എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. ഇനി ഈ പ്രണയക്കുരുക്കിൽ പെൺകുട്ടികളെ പെടുത്തി മതവികാസം സാധ്യമാക്കുവാൻ, മതത്തിന് വേണ്ടി പ്രണയക്കുരുക്കിൽ പെൺകുട്ടികളെ പെടുത്തി വിവാഹം കഴിച്ച് ഒരു മതത്തിൻ്റെ ആളുകളുടെ സംഖ്യ വർദ്ധിപ്പിച്ച് കേരളത്തെ ഒരു പ്രത്യേക മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി തന്നെ നടക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞതും ഡോക്ടർ ഹെഡ്ഗേവറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള മോഹൻ ഭാഗവത് ജിയോ അല്ല, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ്. ശ്രീ VS അച്യുതാനന്ദൻ ആ സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്നു. ഒപ്പം തന്നെ ഈ മതഭീകരവാദം കേരളത്തിൽ ഇങ്ങനെ പലതരത്തിൽ, അത് പ്രണയക്കുരുക്കിലൂടെ പെൺകുട്ടികളെ പെടുത്തുന്ന രീതിയാകട്ടെ, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണക്രമങ്ങൾ ഹലാലോ മറ്റെന്തെങ്കിലും പേരിലോ മലയാളികളുടെ അല്ലെങ്കിൽ മലയാളി സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടോ വ്യാപിപ്പിക്കുന്ന ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് നമുക്ക് കാലാകാലങ്ങളിൽ തന്നത് നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവികളായിരുന്ന TP സെൻകുമാർ സാറും ലോക്നാഥ് ബെഹ്റ സാറുമാണ്. ഇതൊന്നും സംഘപരിവാർ അംഗങ്ങളല്ല. TP സെൻകുമാർ സാർ വിരമിച്ചതിന് ശേഷം BJP അനുഭാവമുള്ളൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാൽ ലോക്നാഥ് ബെഹ്റയും അച്യുതാനന്ദനും KT ശങ്കരനൊന്നും സംഘപരിവാർ അംഗങ്ങളല്ലല്ലോ. ജസ്റ്റിസ് KT ശങ്കരനാണ് ലവ് ജിഹാദ് എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ചത്. പക്ഷേ അതൊരു തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ അനിൽ വിളയിൽ ഇന്നലെ തത്വമയി ന്യൂസിൽ സനോജിയുമായിട്ട് സംവദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ലവ് ജിഹാദ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് തെറ്റാണ്, ട്രാപ്പ് ജിഹാദ് എന്നാണ് ഇതിനെ പറയേണ്ടത്. ലവ് എന്നൊരു വികാരം ഇതിലില്ല, ഇതിൽ മതം മാത്രമേ ഉള്ളൂ. മതത്തിന് വേണ്ടി വളരെ ഗൂഢലക്ഷ്യങ്ങളോടെ ഉപയോഗിക്കുന്ന ഒരു വികാരത്തിന് അവർ നൽകുന്ന പേര് മാത്രമാണ് പ്രണയം. ഇതിൽ പ്രണയം എന്നുള്ളൊരു വികാരമേ ഇല്ല, ഇതിൽ ചതി മാത്രമേ ഉള്ളൂ. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നുള്ള സിനിമ വീണ്ടും വീണ്ടും കാണുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കാരണം അതിൽ ഇതിൻ്റെ ഉള്ളുകളികൾ എങ്ങനെയൊക്കെയാണ് ഇതവർ ആസൂത്രണം ചെയ്യുന്നതെന്നുള്ളത് 3 കഥകളിലൂടെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരാം. കാരണം ഇതൊരു വൺ വേ ട്രാഫിക്കാണ്. കാരണം നമ്മുടെ ഹിന്ദു മതത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടതോ ആയിട്ടുള്ള പെൺകുട്ടികളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതല്ലാതെ അവിടുത്തെ പെൺകുട്ടികൾ ഇങ്ങോട്ട് വരുവാൻ അവർ കഴിയുന്നതും അനുവദിക്കാറില്ല. അതിന് എല്ലാ തരത്തിലുള്ള തടകളും അവരാൽ സാധ്യമായതും നിയമപരമായി സാധ്യമായതും ഒരു പക്ഷേ നിയമത്തിൻ്റെ പരിധി ലംഘിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ തന്നെയും ഈ തടസ്സങ്ങൾ അവർ സൃഷ്ടിക്കാറുണ്ട്. അവരുടെ പെൺകുട്ടികൾ നമ്മുടെ പെൺകുട്ടികൾ അവരുടെ പെൺകുട്ടികളെന്ന് വേർതിരിച്ച് പറയാമോ എന്ന് ചോദിച്ചാൽ പറയേണ്ട ഒരു അവസ്ഥയാണ്. അത്തരത്തിലൊരു ദയനീയ അവസ്ഥയിലാണ് കേരളത്തിലെ ഹൈന്ദവ ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഇന്ന് നിലകൊള്ളുന്നത്. അതിൻ്റെ തെളിവുകൾ ദൈനംദിനം മുൻപിൽ കാണുമ്പോൾ അങ്ങനെ ഒരു വേർതിരിവ് പാടില്ല എന്നുള്ളൊരു ഉട്ടോപ്യൻ ആശയം മനസ്സിൽ കൊണ്ട് നടക്കുവാനാകുന്നില്ല. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ പറയുന്നതാണ്, അവരുടെ പെൺകുട്ടികളെ മറ്റ് മതങ്ങളിലേക്ക് പോകുവാൻ, വിവാഹ സംബന്ധിയായ കാര്യങ്ങളിലൂടെ ചടങ്ങുകളിലൂടെ മറ്റ് മതങ്ങളിലേക്ക് പോകുവാൻ കഴിയുന്നത്ര തടസ്സങ്ങൾ അവർ സൃഷ്ടിക്കാറുണ്ട്, പോകാതിരിക്കുവാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ വ്യക്തമാകും. പക്ഷേ ഈ പരിശോധനകൾ നമ്മൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. അത് ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനികൾ മുൻപ് അവരുടെ ഒരു ഇടവകയും ഒക്കെ
ശക്തമായിരുന്നപ്പോൾ, ആ ഒരു രീതികളൊക്കെ ശക്തമായിരുന്ന സമയത്ത് അവരുടെ ഇടയിൽ അതിനൊരു പ്രതിരോധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ശ്രദ്ധ അവരുടെ പെൺകുട്ടികളുടെ മേലെ. പെൺകുട്ടികളെല്ലാം ശ്രദ്ധ വേണ്ട ആൾക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒരു സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മുടെ മേൽ ചെലുത്തുന്നൊരു ശ്രദ്ധയുണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു ശ്രദ്ധ ഒരു സമൂഹം തന്നെ അവരുടെ ഇടയിലെ പെൺകുട്ടികൾക്ക് മേൽ ചെലുത്തിയിരുന്നു. ആൺകുട്ടികൾക്ക് ശ്രദ്ധ അധികം വേണ്ട, പെൺകുട്ടികൾക്ക് ശ്രദ്ധ കുറച്ചും കൂടി വേണം എന്നുള്ള, പെൺകുട്ടികളുടെ മേൽ ശ്രദ്ധ കുറച്ചും കൂടി വേണം, അവർ വഴിതെറ്റി പോകുമെന്നുള്ളത് കൊണ്ടല്ല, അവരെ തേടി ചതിക്കുഴികൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്, അല്ലെങ്കിൽ അവരെ പ്രതി ചതിക്കുഴികൾ ഒരുക്കപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളൊരു പൊതുബോധമുള്ളതുകൊണ്ട്. അതിൻ്റെ തെറ്റും ശരിയും ആധുനിക കാലത്ത് നമുക്ക് വേണമെങ്കിൽ സമ്മതിക്കാം. പക്ഷേ ഇന്നത്തെ കാലം ആധുനിക കാലമല്ല. കാര്യം 6-ാം നൂറ്റാണ്ടിലെ നയങ്ങളും നടപടികളും രീതികളും മനോഭാവങ്ങളും ചിന്താസരണികളും നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുള്ളപ്പോൾ ആധുനിക കാലത്തിൻ്റെ ചർച്ചയുമായിട്ട് നാം ഇരുന്നാൽ നാം അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. അവരവരുടെ കാര്യം നടത്തി പോവുകയും ചെയ്യും. നാം അവിടെ ഇരുന്ന് അസ്ഥി പൊടിയായി അങ്ങ് പോവുകയും ചെയ്യും. കാലാകാലങ്ങളിൽ VS അച്യുതാനന്ദൻ മുന്നറിയിപ്പ് തന്ന മതരാഷ്ട്രം ഇവിടെ നടപ്പാവുകയും ചെയ്യും. നമ്മുടെ തലമുറകൾ, വരും തലമുറകൾ അത് അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥയിൽ മാതാപിതാക്കൾ എന്തു ചെയ്യണമെന്നുള്ളൊരു ചോദ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരാറുണ്ട്. ഇത് നിയമപരമായിട്ട് അങ്ങ് തടഞ്ഞൂടെ? നരേന്ദ്രമോദിക്ക് തടഞ്ഞുകൂടെ? അതിന് പ്രശ്നങ്ങളുണ്ടെന്നേ. 11 സംസ്ഥാനങ്ങളിൽ ലവ് ജിഹാദിനെതിരെയുള്ള നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട്. കേരളത്തിൽ ഇന്ന് അത്തരത്തിലൊരു നിയമം കൊണ്ടുവരാനുള്ള ഒരു സർക്കാരിനെയാണോ ഞാനും നിങ്ങളും തിരഞ്ഞെടുത്ത് മുകളിലിരുത്തിയിരിക്കുന്നത്? അല്ല. ഇത്തരത്തിലുള്ള മൊനാലിസ പോലുള്ള പെൺകുട്ടികൾക്ക് മഹാരാഷ്ട്രയിൽ ഇത്തരത്തിലുള്ള ഒരു ലവ് ജിഹാദിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുള്ള വിവാഹത്തിനോ സാധ്യതയില്ല എന്ന് കണ്ട് വന്നാൽ ഒരു മാരേജ് ടൂറിസം അല്ലെങ്കിൽ ട്രാപ്പ് ജിഹാദ് ടൂറിസം, ശ്രീ അനിൽ വിളയിൽ പറഞ്ഞതുപോലെ ട്രാപ്പ് ജിഹാദ് ടൂറിസത്തിന് അവസരമൊരുക്കി വേദിയൊരുക്കി കാത്തു നിൽക്കുന്നത് ഇവിടുത്തെ മന്ത്രിമാരും MP-മാരുമാണ്. അത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മുടെ സമൂഹം, മലയാളി സമൂഹം തിരഞ്ഞെടുത്ത് അധികാരസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ ഈ സാഹചര്യങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുന്ന ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, വ്യക്തിപരമായി നമുക്കിതിനെതിരെ എന്ത് ചെയ്യുവാൻ സാധിക്കും? നിയമപരമായിട്ടൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. കാരണം പ്രായപൂർത്തിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഈ കുടുക്കിൽ പെട്ടുപോകുന്നതെങ്കിൽ നിയമപരമായി ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. പക്ഷേ കതിരിൽ കൊണ്ട് വളം വയ്ക്കാതെ കുട്ടികളുടെ കാര്യത്തിൽ ചെറുപ്പം മുതലേ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുക. സ്വന്തം സത്വം എന്താണെന്ന് മനസ്സിലാക്കി, സ്വയം അവർ ജനിച്ച മതത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി വളരുവാൻ അവരെ അനുവദിക്കുക, അല്ലെങ്കിൽ അത് പഠിപ്പിച്ച് അവരെ വളർത്തുക. അത് ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ. ഈ സ്വന്തം സത്വം മനസ്സിലാക്കി അവർ വളരണമെങ്കിൽ ആദ്യം നാം സ്വന്തം സത്വം മനസ്സിലാക്കണം. വളരെ നിസ്സാരമായൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ചന്ദനക്കുറിയോ അല്ലെങ്കിൽ ഒരു കുങ്കുമക്കുറിയോ നെറ്റിയിലിട്ടുകൊണ്ട് ഓഫീസിൽ പോകാൻ നമ്മളിൽ പലർക്കും ഭയമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് ചന്ദനം തൊടുന്ന ഒരാളല്ല, കുറി തൊടുന്ന ഒരാളല്ല. അല്ലെങ്കിൽ തന്നെ ഇന്നു മുതൽ ഞാനൊരു ചിന്തയിലാണ്. കാരണം ക്യാമറയ്ക്ക് മുൻപിൽ വരുമ്പോൾ ഒരു സിംബോളിക്കായിട്ട് ഒരു കുറി തൊട്ട് വന്നിരിക്കുക എന്നുള്ളത്. കാരണം അത് ദൈവത്തിന് നമ്മൾ കുറി തൊട്ടാലും ഇല്ലെങ്കിലും ഒന്നുമില്ല. നമ്മുടെ ദൈവങ്ങൾക്കൊന്നും അങ്ങനെ യാതൊരു നിബന്ധനകളുമില്ല. നീ അമ്പലത്തിൽ തൊഴാൻ വന്നാലും തൊഴാൻ വന്നില്ലെങ്കിലും, നീ വ്രതമെടുത്താലും വ്രതമെടുത്തില്ലെങ്കിലും നിൻ്റെ കർമ്മം അനുസരിച്ച് നിനക്ക് ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ ദൈവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നീ എന്ത് വൃത്തികേടും എന്ത് പോക്കൃത്തരം വേണമെങ്കിലും കാണിച്ചുള്ളൂ, പക്ഷേ എനിക്ക് പകരം നീ ആരെങ്കിലും ആരാധിച്ചാൽ നിന്നെ ഞാൻ പാരഷൂട്ട് എണ്ണയിലിട്ട് വറുക്കും, അല്ലെങ്കിൽ മിലാഫ് കോളയിലിട്ട് വറുക്കും എന്ന് നമ്മുടെ ദൈവങ്ങൾ ആരും നമ്മളോട് ഭീഷണികൾ മുഴക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ കുറി തൊട്ടാലും കുറി തൊട്ടില്ലെങ്കിലും നമ്മുടെ ദൈവങ്ങൾക്കൊന്നുമില്ല. പക്ഷേ ഈ കുറി തൊടുക എന്നുള്ളത് പ്രതീകാത്മകമായിട്ടുള്ള ഒരു നമ്മുടെ സ്വന്തം സത്വത്തെ സ്വീകരിക്കലാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങുക. നമ്മുടെ മതം എന്നുള്ളതിനേക്കാൾ നമ്മുടെ ധർമ്മത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം ആദ്യം സ്വയം തിരിച്ചറിയുക, കുട്ടികളെ പഠിപ്പിച്ച് വളർത്തുക. ഒപ്പം അകലം പാലിക്കേണ്ടവരാരൊക്കെയാണ് എന്നുള്ള വ്യക്തമായ ഒരു ചിന്താസരണി അവരിൽ വളർത്തിയെടുക്കുക. അവരോട് നീ ഇന്നയാളിൽ നിന്ന് ഇന്ന തരക്കാരിൽ നിന്ന് അകലം പാലിക്കണം എന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞിട്ട് പോയാൽ പോരാ. അവരുടെ കൂടെ സമയം ചിലവഴിക്കുവാൻ സമയം കണ്ടെത്തി. അല്ലാതെ എൻ്റെ കുട്ടികളെ ഞാൻ നല്ലതുപോലെയാണ് വളർത്തിയിരിക്കുന്നത്, നല്ല സംസ്കാരത്തിലാണ് വളർത്തിയിരിക്കുന്നത് എന്ന് ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടുവാനുള്ളൊരു ഒഴിവുകഴിവായി പറയാതെ അവരോടൊപ്പം സമയം ചിലവഴിച്ച് അവരുടെ ഉള്ളിൽ നമ്മുടെ ബോധവും അതിനെ സംബന്ധിച്ചുള്ള അഭിമാനവും വളർത്തി ഈ സത്വബോധത്തിൽ നിന്ന് ഉയരുന്ന അവരുടെ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അത് മാത്രമേ തൽക്കാലം നമ്മുടെ മുമ്പിൽ ഇതിനൊരു പ്രതിരോധമായി നിലവിലുള്ളൂ. അല്ലെങ്കിൽ
അനിൽ വിളയലിനെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ നാളെ നമ്മുടെ മക്കളുടെ പേരിലും സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതികൾ നൽകേണ്ട അവസരങ്ങൾ ഉണ്ടായേക്കാം. ആ തരത്തിലുള്ള അവസരങ്ങളിൽ ആ പരാതികൾ നൽകപ്പെടുമ്പോൾ രാഷ്ട്രീയമായി തന്നെ ഇതിനനുകൂലമായി നിൽക്കുന്ന ഒരു മന്ത്രിസഭയും MLA-മാരും MP-മാരും ഒക്കെ ശിവൻകുട്ടിമാരും ഗോവിന്ദൻ മാഷന്മാരും അല്ലെങ്കിൽ റഹീംമാരും ഒക്കെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ചുറ്റും അദൃശ്യമായൊരു വലകൾ വിരിച്ചാൽ അദ്ദേഹത്തിനും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നതിൽ പരിധികളുണ്ടാകും. അല്ലാതെ നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ട് വന്ന് നമ്മെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട്, ഒരു സംഭവ കഥ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കാരണം RSSും BJPയും ഇതിനെല്ലാം പരിഹാരം കാണണമെന്ന് കരുതിയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതും ഒരു ഒഴിവുകഴിവാണ്, നിങ്ങളുടെ അലസതയ്ക്കുള്ള ഒഴിവുകഴിവാണ്. അതിനെ സംബന്ധിച്ച് പണ്ട് RSS സ്ഥാപിതമായ കാലഘട്ടങ്ങളിൽ നാഗ്പൂരിൽ ഗണേശോത്സവം നടക്കുമ്പോൾ അതിന് നേരെ ഒരു പ്രത്യേക സമുദായക്കാർ സ്ഥിരമായി ആക്രമണം നടത്തുമായിരുന്നു. അപ്പോൾ ഇത് ഒരു പരിധി വിട്ട് ഇടയ്ക്കൊരു ആക്രമണം നടത്തി ഒരു 1-2 പേർ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. അതേ തുടർന്ന് RSS രംഗത്തിറങ്ങുകയും തിരിച്ചൊരു പ്രതിരോധം തീർത്ത് ഒരു പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. എന്തിനു പറയാൻ മടിക്കണം, ഏതാണ്ട് 21ഓളം പേർ കൊല്ലപ്പെട്ടു ആ പ്രത്യാക്രമണത്തിൽ. അതിനുശേഷം ഇന്നേ വരെ നാഗ്പൂരിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്ന് പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും സംഘത്തോട് RSSനോട് അനുഭാവമുള്ള മാധ്യമപ്രവർത്തകർ അക്കാലത്തും ഇക്കാലത്തും പലരുമുണ്ട്. അവർ ഡോക്ടർ ജിയോടൊരു ചോദ്യം ചോദിച്ചു. ഡോക്ടർ ജി, ഇത്തരത്തിൽ ഗണേശോത്സവത്തിനെതിരെ ഹൈന്ദവ ഉത്സവങ്ങൾക്ക് എതിരെയും പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്ത് ചെയ്യാനാണ് താങ്കൾ സംഘപ്രവർത്തകർക്ക് ഉപദേശം നൽകുവാൻ പോകുന്നത്? ഡോക്ടർ ജി പറഞ്ഞു, നല്ല തണുപ്പ് കാലമാണ് വരുന്നത്, നല്ല കമ്പിളിപ്പുതപ്പ് വാങ്ങി വീട്ടിൽ പോയി പുതച്ചു മൂടി കിടന്നുറങ്ങുക. കാരണം ഇത് ആത്യന്തികമായി RSS പ്രവർത്തകരുടെ സംഘപ്രവർത്തകരുടെ ജോലിയല്ല. അവർ ആവശ്യമായ സന്ദർഭത്തിൽ വാളാകുമെന്ന് മാത്രം. സംഘം ഒരു പരിചയമാണ്. വാളാകേണ്ടത് ഓരോ ഹിന്ദുവുമാണ്. അവനവൻ്റെ പ്രദേശത്ത് അവനവൻ്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ആദ്യം പരിഹാരം കാണുവാൻ ശ്രമിക്കേണ്ടത്, അതിന് മുന്നിട്ടിറങ്ങേണ്ടത് ഹിന്ദുക്കളാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ അവരുടെ കാര്യത്തിൽ സംഘത്തിന് ഒന്നും ചെയ്യാനില്ല. ദീർഘകാല പരിഹാരങ്ങൾ എന്നുള്ളത് സംഘത്തിന് തേടി നൽകുവാനാവില്ല. സംഘം ഒരു 2 അടി മുന്നോട്ട് വെച്ചാൽ ഹിന്ദു ഒരു 3 അടിയെങ്കിലും മുന്നോട്ട് വെച്ചാൽ മാത്രമേ ആത്യന്തികമായി ഈ ഒരു ലക്ഷ്യം, ഒരു പരമവൈഭവത്തിലെത്തുന്ന ഒരു രാഷ്ട്രം ഒരു ഭാഗത്ത്, സമാധാനമായി ജീവിക്കുന്ന ഒരു ഹിന്ദു ഒരു ഭാഗത്ത്, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇത് രണ്ടും ഒന്നിലൊന്നിൽ വ്യത്യസ്തമല്ല. ഹിന്ദു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ കാര്യവും കൂടിയാണ്. കാരണം ഹിന്ദു രാഷ്ട്രത്തിൽ നിങ്ങളും ഹിന്ദുക്കൾ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ മതപരമായിട്ടുള്ളൊരു ഛായ നൽകണ്ട. പക്ഷേ ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയാണ്. നിങ്ങളുടെ സത്വം, ആ സത്വബോധം നിങ്ങളുടെ മനസ്സിലുണരുകയും അത് നമ്മുടെ കുട്ടികളിലേക്ക് പകരുകയും ചെയ്യുന്നൊരു രീതി നമ്മൾ അവലംബിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഹീനമായ പ്രണയത്തിലും പാചകത്തിലും മറ്റെല്ലാത്തിലും തന്നെ, എന്തിന് ശൗചാലയത്തിൽ പോകുന്നതിന് വരെ മതം കാണുന്ന, മതാനുഷ്ഠാനങ്ങൾ കാണുന്ന, സ്വയം കാണുക മാത്രമല്ല ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മാത്രം ഒരു സമൂഹം പിന്തുടരണമെന്നുള്ള വാശി കാണിക്കാൻ പറ്റാത്തടത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹവുമായി നടക്കുന്നൊരു സമൂഹം നമുക്കെതിരെ തന്നെ, എതിരെ എന്ന് പറയാതെ നിവർത്തിയില്ല, എതിരെ നിൽക്കുമ്പോൾ, നിലയുറപ്പിക്കുമ്പോൾ അവരെ സംഘടിതമായൊരു വോട്ട് ബാങ്കിൻ്റെ പേരിൽ രാഷ്ട്രീയക്കാർ പ്രീണിപ്പിക്കുവാനായി മത്സരിക്കുമ്പോൾ ഇതല്ലാതെ നമ്മുടെ മുൻപിൽ മറ്റൊരു നിവൃത്തിയുമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. എന്തായാലും ശ്രീ അനിൽ വിളയലിന് അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ എത്രയും പെട്ടെന്ന് വിജയം കാണട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമ്മളിലെല്ലാം സത്വബോധം ഉണരട്ടെ. അത് നമ്മുടെ വരും തലമുറയ്ക്ക് വ്യക്തമായും ശക്തമായും പകർന്നു കൊടുക്കുവാൻ നമ്മളിൽ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നമസ്കാരം.